ഉരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ബേപ്പൂരിനെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുകയാണ് ബേപ്പൂർ ബീച്ച്. സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ ബീച്ച് സഞ്ചാരികൾക്ക് പ്രിയമേറുകയാണ്. 2 കിലോമീറ്ററോളം കടലിലേക്ക് നീണ്ടുകിടക്കുന്ന കടൽപ്പാലം കടലിൻ്റെ സൗന്ദര്യത്തിന് പൂർണ്ണതയേകുന്നു. ഭീമൻ കരിങ്കൽ പാളികൾ കൊണ്ടാണ് ഈ കടൽപ്പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് സഞ്ചാരികൾ ദിനംപ്രതി ഇവിടെ എത്താറുണ്ട്. സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു 2 മണി 3 മണി വരെ നമ്മുടെ നാട്ടുകാരാണോ കൂടുതൽ വരാറ്? മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, പല ഭാഗത്തുനിന്നും ദൂരത്തുനിന്നൊക്കെ വയനാട്, പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അപകടങ്ങളൊക്കെ നടക്കാറുണ്ട്? അപകടങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അതിന് അപകടങ്ങൾക്കെതിരെ എന്തെങ്കിലും ഇല്ല, അപകടങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, അതിനെന്തൊക്കെയാണ് ഇവിടെ നടപടികൾ എടുത്തത്? ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ആളുണ്ട്, 2 പേരുണ്ട്. എത്ര പേരുള്ളത്? 2 പേരുണ്ട്. അവര് രാത്രി വരെ ഉണ്ടാവും. രാത്രി ഒക്കെ ആളുണ്ടാവും? രാത്രി 8 മണി 8 ആളിവിടെ നിൽക്കുന്നതിനനുസരിച്ച് ആളുണ്ടാവും. ഇവിടെ എത്ര മണി വരെ ഉള്ളത് ശരിക്കും ആൾക്കാർ? ഇവിടെ ഇപ്പം 8 മണി വരെയാണ് ഇപ്പം ഇവിടെ കാശ് വിരിക്കുന്നത്. വാഹനത്തിന് മാത്രമേ ഉള്ളൂ? അവിടെ കയറുന്നതിനല്ലാതെ അതൊന്നുമില്ല. കയറുന്നതെന്ന് വെച്ചാൽ ഒരു പോകുമ്പോൾ ഒരു 10 മണി, ഇപ്പോഴൊക്കെ വേനൽക്കാലം നല്ല ഉത്സവം കാരണം കാറ്റുള്ളവർ കൊണ്ട് 8 മണി 9 മണിയൊക്കെ ആയിട്ട്, വാഹനമുള്ളവരൊക്കെ ഒരു 9 മണിയൊക്കെ നിൽക്കും. അതൊക്കെ നേരത്തെ ബസ് കിട്ടുന്നതിനനുസരിച്ച്. ബേപ്പൂരിൻ്റെ സൗന്ദര്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഈ ബേപ്പൂർ ബീച്ച്. ഒരു നിർമ്മാണത്തിൽ കാലങ്ങൾ പഴക്കമുള്ള പെരുമയാണ് ബേപ്പൂരിനുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു നിർമ്മാണം കാര്യക്ഷമമായി ഇവിടെ നടക്കാറില്ല. ഫാൻസി ഉരുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും ഇവിടെയുണ്ട്. പല വലിപ്പത്തിലും ഡിസൈനുകളിലുമുള്ള ഫാൻസി ഉരുകൾ ഇവിടെ നിർമ്മിക്കുന്നു. 250 രൂപ മുതൽ 30,000 രൂപ വരെയുള്ള ഫാൻസി ഉരുക്കൾ ഇവിടെ ലഭ്യമാണ്. അലങ്കാര വസ്തുക്കൾ വാങ്ങി വീടും ഓഫീസും മോടി പിടിപ്പിക്കുന്ന മലയാളിയുടെ ശീലത്തെ മുന്നിൽ കണ്ടാണ് ഇവിടെ ഫാൻസി ഒരു നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. എൻ്റെ പേര് രാജൻ. ഇപ്പോൾ എത്ര നാളായി ഈ ഒരു തൊഴിലേക്ക് വന്നു? അതായത് എൻ്റെ അച്ഛൻ്റെ പേര് ആണ്ടിക്കുട്ടി മേസ്തിരി. അപ്പോൾ നമ്മുടെ അച്ഛന് വലിയ ഉരുക്കൾ ബേപ്പൂരുണ്ടാക്കി പൈതൃകമായിട്ട് നിലനിർത്തിയതാണ്. അതായത് ഏകദേശം 1000-ഓളം ആൾക്കാർ പണിയെടുത്തൊരു മേഖലയാണ് ബേപ്പൂർ. മലബാറിൽ ഏറ്റവും വലിയൊരു വ്യവസായമായിരുന്നു ഒരു നിർമ്മാണം. ഒരു നിർമ്മാണം കാലാനുസൃതമായിട്ട് കുറഞ്ഞു വന്നു. അതിന് പ്രധാന കാരണങ്ങൾ ഒന്നാമത് ഗൾഫ് രാജ്യങ്ങളിലെ അറബികൾക്ക് വേണ്ടിയിട്ടാണ് ബേപ്പൂർ ഉണ്ടാക്കി വന്നത്. അപ്പം കുറേ കാലത്തിന് ശേഷം മരത്തിൻ്റെ ദൗർലഭ്യം, അതായത് തേക്ക് മരമാണ് ഇതിന് ഉപയോഗിച്ചത്. തേക്ക് ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നിട്ട് പണിയെടുക്കുന്നത് അവസ്ഥ വന്നു. തേക്കിൻ്റെ ദൗർലഭ്യമാണ് ഒന്നാമത്തെ ഇതിൻ്റെ മരം കിട്ടാത്തൊരു പ്രശ്നമാണ്. ഇതിൻ്റെ പരാജയത്തിൻ്റെ കാരണം. രണ്ടാമത് ഫൈബറിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി മരത്തിൻ്റെ ആവശ്യകത കുറഞ്ഞു. അപ്പം ഫൈബറൈസേഷൻ വന്നതോടുകൂടി ഫൈബറിൽ ഉരുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് ഈ നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായിട്ടും തേക്കിലുണ്ടാക്കുന്നില്ല. തേക്കിലുണ്ടാക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഉരുക്കൾ ഉണ്ടാക്കുന്നത് പിന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്കാണ്. അറേബ്യൻ രാജ്യങ്ങളുടെ പ്രധാന ഒരു ഗുഡ്സ് കാരിയറായിട്ടാണ് ഈ ഉരുക്കൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചു വന്നത്. ചേട്ടൻ എവിടെയായിരുന്നു? അല്ലില്ല, നമ്മൾ ബേപ്പൂരിൽ. അപ്പൊ അവരെ പ്രധാന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം, ട്രെയിലറായിട്ട്. അപ്പൊ അറേബ്യൻ രാജ്യങ്ങളിലെ മേൽപ്പാലങ്ങളും ട്രെയിലറുകളും
അതേമാതിരി ഫൈബറും വന്നതോടുകൂടി അതിൻ്റെ ഉരുക്കൾ ആവശ്യകത കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് ബേപ്പൂർ 80-85 കാലഘട്ടത്തിൽ വളരെ അധികം 10-20 ഉരുക്കൾ ഒരു കൊല്ലത്തിൽ ഉണ്ടാക്കിയിരുന്ന ഉണ്ടാക്കിയിരുന്ന അവസരമായിരുന്നു. ഇപ്പം അത് കുറഞ്ഞിപ്പം നമ്മളെ പേരിന് മാത്രമായിട്ട് 1-2 ഉരുക്കൾ മാത്രം ബേപ്പൂരുണ്ടാകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അച്ഛനത്തിൻ്റെ ഒരു ആചാര്യം തന്നെയാണ്. ബേപ്പൂർ നിർമ്മാണത്തിൻ്റെ ഒരു ആചാര്യം തന്നെയാണ് നമ്മൾ ആണ്ടിക്കുട്ടി മേസ്തിരി. എൻ്റെ മക്കളാണ്. ഞങ്ങൾക്ക് അതിൻ്റെ പൈതൃകമായിട്ട് പഠിക്കുമ്പോൾ വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കതിനെ പറ്റി അറിയാം. അച്ഛൻ്റെ കൂടെ പഠിച്ചതാണോ? അച്ഛൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛന് തച്ചുശാസ്ത്രപരമായിട്ട് തൊഴിലെടുത്ത് പഠിച്ച ഒരാളാണ്. അച്ഛൻ അതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ വിദ്യാഭ്യാസം ആ മേഖലയിലേക്ക് കണ്ട് എത്തിക്കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ വേറെ ഏർപ്പാടുകളാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ അച്ഛന് ചെറിയ സമയം കിട്ടുമ്പോൾ അച്ഛനെ സഹായിക്കുകയും അച്ഛൻ്റെ ഏർപ്പാടുകൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒന്ന് സഹായിക്കുന്നത് മാത്രമേ. പിന്നെ ഇത് എന്നൊരു മോഡൽ വെസലിൻ്റെ ഒരു ഷോപ്പാണ്. അതായത് ഉരുക്കൾ, പണ്ട് കാലത്ത് ഉരുക്കളുടെ ചെറിയൊരു മോഡൽ, ചെറിയ മോഡൽ 4 ഇഞ്ച് മുതൽ ഒരു 18 ഇഞ്ച് വരെയുള്ള നീളത്തിൽ ഫാൻസി ആയിട്ടുള്ള ഷോപ്പാണ്. ഇത് ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റ്സുമായിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ 2-3 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഉരുക്കിൻ്റെ മോഡൽ ഫാൻസി ആയിട്ട്, അതായത് അധികം അറബ് രാജ്യങ്ങൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. കൂടുതലായിട്ട് നമ്മുടെ മലയാളികളാണ്. മലയാളികൾ ഇവിടുന്ന് ഇപ്പം പിന്നെ അറബ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന മലയാളികൾ കേരളത്തിൽ എത്തുമ്പോൾ അവർ ഇവിടുന്ന് ഒരു ചെറിയ പ്രസന്റ് ആയിട്ട് ഇത് അറബികൾക്ക് കൊണ്ടുകൊടുക്കാൻ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട്. അവർ വന്ന് വാങ്ങിക്കാറുണ്ടോ ഇവിടെ? അറബികൾ ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഓർഡർ ചെയ്യും. 100-200 പീസ് ഓർഡർ ചെയ്യും. അതിന് ടൈമും തരും. 2 മാസം 3 മാസം സമയത്തിനുള്ളിൽ ഒരു അഡ്വാൻസും തരും. അപ്പോൾ അഡ്വാൻസ് തന്ന് പോയിട്ട് അവർ ബാക്കിയുള്ള പൈസ പേയ്മെൻറ്റുകൾ ഇങ്ങനെ ഗഡുക്കളായിട്ട് അടച്ചിട്ട് 2 മാസം കൊണ്ട് ആയിക്കഴിഞ്ഞാൽ അവർ മൊത്തം ഇവിടുന്ന് കാർഗോ ആയിട്ട് നമ്മൾ ഷിപ്പിലും പിന്നെ ഫ്ലൈറ്റിലും ഇവിടുന്ന് അയക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ലോക്കലായിട്ട് ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെ പിന്നെ പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇത് ഫാൻസി ആയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. സാധാരണ ഫാൻസി കടകളിലേക്ക് ഇവിടെ കൊണ്ടുപോകാറുണ്ട്. സാധാരണ ഫാൻസി കടകളിൽ ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണ്? ഇതിന് ഏറ്റവും 4 ഇഞ്ചിന്നാണ് ഏറ്റവും ചെറുതാണ്. അപ്പോൾ അതിൻ്റെ വില 200 രൂപ. അപ്പോൾ അങ്ങനെ 6 ഇഞ്ചിന് 300 രൂപ വരും. എത്ര കൂടുതൽ വിലൻ്റെ വരെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഫാൻസി ആയിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് മുതൽ പിന്നെ 5 ഫൂട്ട് വരെ. 5 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 60 ഇഞ്ച് വരെ സാധനം ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ഇഞ്ചിന് 200 രൂപ ആണെങ്കിൽ പിന്നെ 5 ഫൂട്ടിൻ്റെ ഉരുന്ന് പറഞ്ഞാൽ പലക പിടിച്ച് തേക്കിൻ്റെ ഉരുന്ന് ചുരുങ്ങിയ 30-35 രൂപ വരും. അതാണ് ഏറ്റവും കൂടുതൽ 50,000 രൂപയുടെ താഴെ വരുന്നുള്ളൂ. 50,000 രൂപ താഴോട്ടാണ് ഫാൻസി ഐറ്റം. അത് നമ്മൾ മോഡലായിട്ട് നമ്മുടെ ഷോറൂമുകളിലും അല്ലാതെ ഇപ്പൊ ഇവിടെ വലിയ ശരിക്കും കടലിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ചെറുതിന് ഇപ്പോൾ 1 കോടി രൂപ അടുത്ത് വരും.